ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം കടന്നു പോകുന്ന ക്ലേശങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുൻപേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സങ്കീർത്തനം 34:19. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമോ, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കും. Psalm 34:19. Many are the afflictions of the righteous, but the Lord delivers them out of them all. യാഥാർത്ഥ്യത്തെയും പ്രത്യാശയെയും ബാലൻസ് ചെയ്യുകയാണ് സങ്കീർത്തകൻ. വിശ്വാസിയായിരിക്കുക, വിശ്വാസമുണ്ടായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഒരു സങ്കടങ്ങളും ഇല്ലാതിരിക്കുക എന്നല്ല, മറിച്ച് നീ കടന്നു പോകുന്ന ഏത് ദുരിതാവസ്ഥയിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് തിരിച്ചറിയുക എന്നാണ്. നാം പാടി പ്രാർത്ഥിച്ച ഗീതം ഒരുപാട് പേരുടെ ജീവിതം തന്നെയാണത്. നാം കടന്നു പോകുന്ന അവസ്ഥയാണ്. സ്വപ്നങ്ങൾ പൊലിഞ്ഞതിൻ്റെ സങ്കടത്തിലായിരിക്കുന്നവർ, ദുഃഖം നമ്മെ പൊതിയുന്നതിൻ്റെ ആകുലതകളിലൂടെ കടന്നു പോകുന്നവർ, കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ മിത്രങ്ങൾ നമ്മുടെ തകർച്ചയിൽ, നമ്മുടെ വീഴ്ചയിൽ ഒരു കരം നീട്ടി സഹായം നൽകാതെ പല വഴിക്ക് അകന്നു പോയതിൻ്റെ ഞെട്ടല് മാറാതെ നിൽക്കുന്നു. നമ്മെ എതിർക്കുന്ന ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ നിരന്നു നിൽക്കുന്ന അവസ്ഥ. കർത്താവേ, ഇതൊക്കെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, രക്ഷാകവചമായി നീ എൻ്റെ മുമ്പിൽ ഉണ്ടാകണമേ. ഓ ലോർഡ്, ബി മൈ ഷീൽഡ് ഇൻ ഓൾ ദോസ് അഡ്വേഴ്സിറ്റീസ്. നീ കൂടെ ഉണ്ടായാൽ എനിക്ക് ഭയമില്ല കർത്താവേ എന്ന് ഏറ്റുപറയാൻ നമുക്ക് കഴിയട്ടെ. നാം തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യത്തിൻ്റെ ധ്യാനമാണ് ഇത്. പ്രാർത്ഥിക്കുന്ന പലരും, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നീതിയോടെ ജീവിക്കുന്ന പലരും ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിച്ചു പോകുന്നതാണ്, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ എന്നെ കൊണ്ടാകുന്നത് പോലെ നന്മ മറ്റുള്ളവർക്ക് ചെയ്ത് ജീവിച്ചിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ ഈ സഹനം? അതിൻ്റെ ഉത്തരം, റൈച്ചിയസ് ലിവിങ് does not guarantee ease, but it guarantees God's presence in every trial. ദൈവത്തിന് മുമ്പാകെ നീതിയോടെ ജീവിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ജീവിതം സുഗമമാകും, ആയാസരഹിതമാകും എന്നല്ല, മറിച്ച് ഏതു പരീക്ഷണ കാലത്തും നീ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയും എന്നതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ മഹാനായ മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. Where there is suffering, there is Christ. Where there is suffering, there is Christ. എവിടെ സഹനമുണ്ടോ അവിടെ മിശിഹായുണ്ട്. നീ സഹിക്കുന്ന ഈ നേരത്ത്
നീ ഞെരുങ്ങുന്ന ഈ നേരത്ത് നിന്റെ ചാരത്ത് നിന്റെ കരം പിടിച്ച് മിശിഹാ തമ്പുരാനുണ്ടെന്ന് വിശ്വസിക്കുക, തിരിച്ചറിയുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞെരുക്കത്തിൻ്റെ കാലത്ത് എൻ്റെ ചാരത്തുണ്ടാകണമേ, എൻ്റെ കരം പിടിക്കണമേ. നിന്റെ വാഗ്ദാനം പോലെ കഷ്ടതകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.